കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ മൃതദേഹത്തിനായി സരോവരത്തെ ചതുപ്പിൽ തെരച്ചിൽ ആരംഭിച്ചു. വിജിലിന്റെ സുഹൃത്ത് നിഖിലിന്റെ സ്ഥലത്തെത്തിച്ചു. വിജിലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. തെളിവെടുപ്പിനിടെ ഇന്നലെ 29കാരന്റെ ബൈക്ക് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ വിജിലിന്റെ ശരീരം കണ്ടെത്താനുള്ള മൃതദേഹം കുഴിച്ചിട്ട ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിജിലിന്റെ സുഹൃത്തിന്റെ സാന്നിധ്യത്തിലാണ് പോലീസിന്റെ പരിശോധനയും തെളിവെടുപ്പും, അല്ലേ? നിലവിൽ ഇപ്പോൾ ഈ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് ഈ പ്രതികൾ കുറ്റസമ്മത മൊഴി നൽകിയ പ്രദേശത്താണ് ഇപ്പോൾ പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. വിജിലിന്റെ സുഹൃത്തായിട്ടുള്ള നിഖിലും ഇപ്പോൾ ഈ പരിശോധനയിൽ അവർക്കൊപ്പം ഉണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പ്രദേശത്ത് ഇതൊരു സരോവരത്ത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെയും അതുപോലെ തന്നെ ഈ മർക്കസിന്റെയും ഒക്കെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ചതുപ്പായിട്ടുള്ള ഒരു പ്രദേശമാണ്. നേരത്തെയൊക്കെ തന്നെ ഇവിടെ കാട് മൂടിയ ഒരു പ്രദേശം കൂടിയായിരുന്നു. ഈ ഭാഗത്താണ് പ്രതികൾ ഈ വിജിലിനെ കുഴിച്ചു മൂടിയത് എന്നാണ് ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. ആ പ്രദേശത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ മണ്ണ് മാറ്റി, ഈ ചതുപ്പ് നിലമാണ്, ഇവിടെയുള്ള ചളി അടക്കമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഉള്ള മണ്ണ് മാറ്റിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. JCB ഉണ്ട്. അത്തരത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രതികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ സമയത്ത് വിജിലിന് ഒപ്പം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. വിജിലിന്റെ മൃതദേഹം ഇവിടെ ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തി. അതിനുശേഷം പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്തേക്ക് വീണ്ടും എത്തി. ഈ മൃതദേഹത്തിൽ നിന്ന് എല്ലുകളും മറ്റും അസ്ഥികളും ഒക്കെ എത്തി കടലിൽ ഒഴുക്കി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതികൾ പോലീസിന് അന്ന് കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ച് ഈ കൊല്ലപ്പെട്ട വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം മൃതദേഹം അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മണ്ണ് മാറ്റി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ അമിതമായിട്ടുള്ള ഈ ലഹരി ഉപയോഗമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. പിന്നീട് ഈ മൃതദേഹം ഈ പറയുന്ന സരോവരത്തേക്ക് കൊണ്ടുവന്ന് ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രതികൾ പറഞ്ഞിരുന്നത്, സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് അമിതമായ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മരണമാണോ, കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട്, ഒരു സംശയമുണ്ട്. അത് ദൂരീകരിക്കാൻ ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിലുള്ള നിർണായകമായ ഒരു തെളിവെടുപ്പും പരിശോധനയുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, അതായത് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരണം. പക്ഷെ പ്രതികൾ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നത് അമിതമായ ലഹരി ഉപയോഗിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തങ്ങൾ 4 പേരും ഒരുമിച്ചായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ 4 പേർക്കും ബോധം പോയി. പിന്നീട് തങ്ങൾ 3 പേരും ഉണർന്നു, വിജിലിന് മാത്രം ഉണർന്നില്ല. അങ്ങനെയാണ് വിജിൽ മരിച്ചത് എന്നായിരുന്നു പോലീസിന് ആദ്യഘട്ടത്തിൽ ഈ പ്രതികൾ സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ അമിതമായ അളവിൽ ഈ ലഹരി വസ്തുക്കൾ കുത്തി വെച്ചതിനെ തുടർന്ന് വിജിലിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ അമിതമായ അളവിൽ ഈ ലഹരി വസ്തു കുത്തിവെക്കുകയായിരുന്നു എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത്, പോലീസ് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പറയുന്നത് ഇതൊരു കൊലപാതകമാണ്, അമിത അളവിൽ ഈ ലഹരി കുത്തിവെച്ചുകൊണ്ട് നടത്തിയ കൊലപാതകമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു വ്യക്തത വരണം. അതിന് ഇവിടെ നിന്ന് ശരീരം, ഈ നിഖിലിന്റെ ഈ വിജിലിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തണം. അത് ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം 2019 നടക്കുന്ന സംഭവമാണ് ഇത്. പ്രത്യേകിച്ചൊരു ചതുപ്പ് നിലമാണ്, വലിയ രീതിയിൽ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയാലും അതിലുള്ള പരിശോധനകളൊക്കെ തന്നെ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ്. എന്നാൽ ഇപ്പം നിലവിൽ ഈ കുഴിയിൽ ഈ ചളി അടക്കമുള്ള മാറ്റി ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KP, ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.